فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി സ്വർഗ്ഗത്തിൽ വസിക്കുന്നതായ ആദമിനോടും ഹവ്വയോടും അവരെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അന്ധവിശ്വാസത്തിന്റെ പ്രചരണം തുടങ്ങുകയാണ്. ഫവസ്വസ ലഹുമശ്ശൈത്വാൻ, ഇബ്ലീസ് അവരോട് ദുർബോധനം നടത്തിയത്രേ, അന്ധവിശ്വാസത്തിന്റെ പ്രചരണം തുടങ്ങിയത്രേ. ലോകത്താദ്യമായി ജനങ്ങളിലേക്ക് അന്ധവിശ്വാസം വാരി വിതറിയത് ഇബ്ലീസാണ്, പിശാചാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ ക്ലാസ് കൊടുക്കുന്നത് ആർക്ക്? ആദം നബി അലൈഹിസ്സലാമിന് ഹവ്വാ ബീവിക്ക് ക്ലാസ് കൊടുത്തത് ഇബ്ലീസാണ്. ആദ്യം കൊടുത്ത ക്ലാസ്സും അതാ, പിഴപ്പിക്കാൻ വേണ്ടി ആദ്യം കൊടുത്തത്. അതിനെന്ത് വേണം? സ്വർഗത്തിൽ വസിക്കുന്ന ആളുകൾക്ക് നല്ല ഉടയാടകളാണ്, നല്ല വസ്ത്രം അള്ളാഹു കൊടുക്കും. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉടയാടകൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയാൽ, എന്ന് പറഞ്ഞാൽ ഔറത്ത് വെളിവാക്കിയാൽ, നഗ്നത വെളിവാക്കിയാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങണം. സ്വർഗത്തിന്റെ നിയമമാണ്. എന്താണ് സ്വർഗത്തിലെ നിയമത്തിൽപ്പെട്ടതാണ് നല്ല വസ്ത്രം ധരിക്കണം. വസ്ത്രം ധരിക്കാതെയുള്ള ആളുകൾ, തുണിയില്ലാതെ നടക്കുന്നവനെ പിടിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കും. സ്വർഗത്തിലെ നിയമമാണ്. ഇവിടെ ചിലപ്പോ അങ്ങനെ തുണിയില്ലാതെ നടക്കുന്നവരൊക്കെ സിനിമയിൽ വരെ വന്നിട്ടുണ്ടാവും. ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്, വലിയ താല്പര്യമാണ്. അങ്ങനെ നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മൊബൈലിനകത്ത് വീഡിയോ പിടിച്ച് മാറ്റി വെക്കും, അവന്റെ ആവശ്യത്തിന് ഉപകരിക്കാൻ. ഇവിടെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പോകുന്നത്. സ്വർഗത്തിൽ അത് നടക്കൂല. സ്വർഗത്തിൽ തുണി കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് ഖുർആൻ പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. ഫവസ്വസ ലഹുമശ്ശൈത്വാൻ, ഇബ്ലീസ് അവരോട് ദുർബോധനം നടത്തുകയാണ്. ശൈത്താൻ അവരിൽ ദുർബോധനം നടത്തിയത്രേ. ലിയുബദിയ ലഹുമാ